ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു കാരക്കലേഹ്യം ഉണ്ടാക്കി നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലേഹ്യം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാരക്ക കുരു കളഞ്ഞിട്ടുള്ളതാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. നല്ല പഴുത്തതാണ്. തൊലി കളഞ്ഞിട്ടുള്ള ബദാം, വറുത്ത അണ്ടിപ്പരിപ്പാണ് കേട്ടോ. കടലക്കയും വറുത്ത് തൊലി കളഞ്ഞതാണ്. പിന്നെ ഇത് കരിഞ്ചീരകമാണ്. പിന്നെ ഉലുവ, പിന്നെ എള്ളാണിത്. കൂടുതലും എള്ളാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ വലിയ ജീരകം, പിന്നെ കുറച്ച് മധുരത്തിനനുസരിച്ച് ശർക്കര, പിന്നെ തേങ്ങൻ്റെ 1-ാം പാലും 2-ാം പാലുമാണിത്. ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ശർക്കര നമുക്ക് കനിച്ചെടുക്കാം കേട്ടോ. കുക്കറിലോട്ട് നമുക്ക് കാരക്കയും നമ്മളെ തേങ്ങൻ്റെ 2-ാം പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ വേവിച്ചെടുക്കാം. മാക്സിമം നല്ല പഴുത്ത കാരക്ക എടുക്കാൻ നോക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരക്ക നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ അലൂമിനിയൻ്റെ ഉരുളിച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നെയ്യ് 200 ml നെയ്യ് ഞാൻ ഇതിലേക്ക് പല തവണകളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരക്ക മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തിളച്ച് വരുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ 1-ാം പാല് ഇങ്ങനെ ചേർത്ത് കൊടുക്കട്ടോ. കാരക്ക കുറുകി വരുന്നതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കട്ടോ. നെയ്യ് ചെറിയ തീയിൽ തന്നെ ഇത് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് അടി പിടിച്ചു കേട്ടോ. നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കനിച്ച് വെച്ച ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമുക്ക് കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈയെടുക്കാതെ എടുക്കണേ. നമ്മൾ പൊടിച്ചെടുക്കുന്ന കടലയും അണ്ടിപ്പരിപ്പും ഒക്കെ ഫൈനായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നമുക്ക് കടിക്കാൻ പറ്റുന്ന രീതിയിലാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. അപ്പം ഞാൻ അങ്ങനെയാണ് ഇവിടെ പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല പോലെ തിളയ്ക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് ഞാൻ കടലാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഇടുന്നതിനേക്കാളും നല്ലത് ഓരോന്നോരോന്ന് ഇടുന്നതാട്ടോ. പിന്നെ നമുക്ക് ബദാം ഇട്ട് കൊടുക്കാം. പിന്നെ കരിഞ്ചീരകം ഞാൻ പൊടിക്കുന്നില്ല, അതേപോലാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ കടിക്കാൻ അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കട്ടോ. അതാ അത്യാവശ്യം കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. കൈയിളക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയും ജീരകവും കരിഞ്ചീരകവും കൂടി ഞാൻ ഒരുമിച്ച് പൊടിച്ചെടുത്തതാട്ടോ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കുറച്ചും കൂടി നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഈ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ താനേ വിട്ട് പോരുട്ട്. നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് ഇത് ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇത് നമ്മൾ നല്ല പഴുത്ത കാരക്ക എടുത്തത് കൊണ്ട് കുറച്ച് ലൂസായിട്ട് നിൽക്കും. ഇതിപ്പോൾ നല്ല പോലെ വിട്ട് വരുന്നുണ്ട്. അടി പിടിച്ചിട്ടൊന്നുമില്ല. ഇതിന് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാൻ. ചൂട് തണിഞ്ഞിട്ട് നമുക്കൊരു പാത്രത്തിലാക്കി സൂക്ഷിച്ച് വെക്കട്ടോ. നമുക്ക് ഫ്രിഡ്ജിൽ തേങ്ങാപ്പാലൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് കേട് വരില്ല കേട്ടോ.
ഇത് നല്ലപോലെ ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതാ ഞാനിവിടെ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.